നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഏറെ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വെളിച്ചം കണ്ട് ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ ട്രോഫി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPI പാർലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ാമത് പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടികയറ്റം തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അലങ്കരിച്ച കൊടിമരം ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ക്ഷേത്ര നടപ്പുരയിൽ നാട്ടി. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ തൃശൂരിൽ പ്രതിഷേധം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം 2024 ഓവറോൾ വിജയികളായ NIG ക്ലബിന് ഓവറോൾ ട്രോഫി കൈമാറി. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരളോത്സവത്തിൽ ഓവറോൾ പ്രഖ്യാപിച്ച മാർക്ക് ലിസ്റ്റിൽ കൃത്രിമം നടന്നുവെന്ന് ഒരു കൂട്ടം ക്ലബ് അംഗങ്ങൾ ആരോപണങ്ങളായി വന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ ട്രോഫികൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പരാതികൾ യുവജനക്ഷേമ ബോർഡിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ലഭിച്ച മറുപടി പ്രകാരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അംഗീകരിച്ചിട്ടാണ് ഓവറോൾ പ്രഖ്യാപിച്ചതെന്ന് സംഘാടക സമിതി പറഞ്ഞു. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 ഓവറോൾ ട്രോഫി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. യുവജന മുത്തുള്ളിയാൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇവിടെ വെച്ചിരുന്നു. ആ പരാതികളെല്ലാം പഞ്ചായത്ത് യുവജനക്ഷേമ ബോർഡിലേക്ക് അയച്ച് യുവജനക്ഷേമ ബോർഡിൽ നിന്നുള്ള മറുപടി പ്രകാരമാണ് പഞ്ചായത്ത് ഓവറോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 പേര് വെച്ച് സംഘഗാനം പാടിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ കത്താക്കി നമ്മൾ യുവജനക്ഷേമ ബോർഡിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് 1-ൽ കൂടുതൽ പേര് മത്സരിച്ചാൽ അത് ഗ്രൂപ്പ് ഇനമായിട്ട് കണക്കാക്കാവുന്നതാണെന്ന് ഉള്ള മറുപടിയെ തുടർന്നാണ് നമ്മളതിനെ അതിൽ ഉൾപ്പെടുത്തിയത്. നല്ല രീതിയിൽ തന്നെ കേരളോത്സവം നമ്മുടെ പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടികൾ പങ്കെടുക്കാനായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നത്. അതിലിപ്പോൾ പേര് തന്ന മുഴുവൻ ആളുകൾക്കും എത്താതിരുന്ന സാഹചര്യം വന്നവർ അവരുടെ സ്കൂൾ ടൈമും അതുപോലെ ജോലി സമയം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വന്നതിനാൽ മത്സരിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതെല്ലാ ക്ലബ്ബുകാർക്കും നൽകിയിട്ടുണ്ട്. ഒരു ക്ലബിന് പ്രത്യേകതയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ പറയുന്ന യുവജന മുത്തുള്ളിയാലും അങ്ങനെ തന്നെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും അവസരം നമ്മൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടും മാനുവൽ പ്രകാരമാണ് നമ്മൾ മത്സരം നടത്തുന്നതെന്നുള്ളത് സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സംഘാടക സമിതി യോഗത്തിന് ശേഷം വീണ്ടും അവരറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ വിപുലമായൊരു സംഘാടക സമിതി യോഗം വിളിച്ചിരുന്നു. ഈ സംഘാടക സമിതി യോഗങ്ങളിലൊന്നും പങ്കെടുക്കാതെ നിരന്തര പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അതിനാലാണ് ഓവറോൾ ട്രോഫി നൽകുന്നത് ഇത്രയും നാളും നീണ്ടുപോയത്. മുമ്പ് നമ്മൾ ട്രോഫി കൊടുക്കുന്നതിന് വേണ്ടി വെച്ച ദിവസത്തിൽ ബാക്കിയുള്ള ക്ലബ്ബുകാരെല്ലാവരും സമ്മാനം വാങ്ങിപ്പോയി. യുവജനക്കാർ മാത്രമാണ് അന്നും വാങ്ങാതിരുന്നത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, വാർഡ് മെമ്പർമാരായ PS വനജ, ശ്രുതി വിജയൻ, KB പ്രജിത്ത്, K കൃഷ്ണകുമാർ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് എവി എന്നിവർ സംസാരിച്ചു. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം 2024 ഓവറോൾ പ്രഖ്യാപിച്ച മാർക്ക് ലിസ്റ്റിൽ കൃത്രിമം നടന്നുവെന്നാരോപിച്ച് മുത്തുള്ളിയാൽ യുവജന ക്ലബ്ബും DYFI ചെർപ്പ് മേഖലാ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ ചെർപ്പ് പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
പഞ്ചായത്ത് കേരളോത്സവം നടത്തുന്നതെങ്കിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾ പങ്കെടുക്കില്ലെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി കേരളോത്സവം റോഡിൽ നടത്തുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധ ധർണയിൽ ക്ലബ്ബ് ഭാരവാഹികളായ ഷാനു, നൌഫൽ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, CD അജിൽ, ജോഷുവ, 18ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ 2024 കേരളോത്സവം നടത്തിയപ്പോൾ കൃത്യമായിട്ട് മാനുവൽ പ്രകാരമാണ് പരിപാടി നടത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കണമായിരുന്നു. അപ്പോൾ സംഘാടക സമിതി കൂടിയപ്പോൾ അപ്പീൽ കമ്മിറ്റി, അതുപോലെ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യുവജനങ്ങളെ ചതിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഓവറോൾ നൽകിയത്. കാരണം ദേശഭക്തി ഗാനം നടത്തിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വാർഡ് മെമ്പറാണ്, ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഇവിടുന്ന് കുട്ടികൾ വിളിച്ച് പറഞ്ഞു 3 പേരെ വെച്ച് മിനിമം 7 മുതൽ 10 വരെ പേര് പങ്കെടുക്കേണ്ട ദേശഭക്തി ഗാനം, സംഘഗാനം എന്നീ മത്സര ഇനങ്ങളിൽ 3 പേരെ വെച്ച് പാടിക്കുകയാണ്. 3 പേരെ വെച്ച് പാടിക്കാൻ സ്റ്റേജിൽ കയറ്റിയപ്പോൾ തന്നെ ഇവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് അവിടെ നിന്ന് എഴുതി കൊടുക്കാൻ. പ്രിയലത പ്രസാദ് എന്ന് പറഞ്ഞ മെമ്പറുടെ കയ്യിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തതിന് ശേഷം അതിനുള്ള ഇവർക്ക് റെസീറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. എല്ലായിടത്തും ഇപ്പോൾ തെളിവാണ് ചോദിക്കുന്നത്. കൈപ്പറ്റ് റെസീറ്റ് വാങ്ങിയില്ല. 3 പേരെ വെച്ച് പരിപാടി നടത്തിയതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. സാമാന്യം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം 3 പേരെ വെച്ച് സംഘഗാനം പാടാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ ജഡ്ജ് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇതറിയാം 3 പേരെ വെച്ച് പാടിക്കഴിഞ്ഞാൽ പോയിന്റ് കൊടുക്കാൻ പാടില്ല എന്ന്. മാനുവൽ പ്രകാരമാണ് നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഓവറോൾ NIG എന്ന് പറഞ്ഞ ക്ലബിന് കൊടുത്തത് 10 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ്. ഈ 2 ഐറ്റത്തിൻ്റെ പോയിന്റ് പോവുകയാണെങ്കിൽ തന്നെ ദേശഭക്തി ഗാന സംഘഗാനത്തിന് 20 പോയിന്റ് അവർക്ക് നഷ്ടമാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതുമൊരു തർക്കം ഉണ്ടായത്. മാത്രമല്ല ജഡ്ജ് മാർക്കുകൾ ഇട്ട് കൊടുത്തപ്പോൾ ഏതാ ഐറ്റാന്ന് പോലും രേഖപ്പെടുത്താത്ത ജഡ്ജ്മെൻ്റാണ് ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നത്. ഏതാണ് ഐറ്റം എന്നുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ A ഗ്രേഡ് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ജഡ്ജ് ചെയ്ത പല ജഡ്ജ്മെൻറ്റ് പേപ്പറുകളും ഞങ്ങൾക്ക് റിസൾട്ട് ഇട്ട് തന്നതിൽ A ഗ്രേഡ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ക്ലബിൻ്റെ രക്ഷാധികാരി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലബ്ബ് ഭാരവാഹികളുടെ കൂടെ നിൽക്കുന്നത്. തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് കൃത്യമായിട്ട് അറിയാം ആര് കേൾക്കാണെങ്കിലും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPI പാർലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. 3 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ സമ്മേളനം. മറ്റ് കമ്മിറ്റികളൊക്കെ നമ്മൾ കൊടുത്തു, ചിലപ്പോൾ പ്രവർത്തക യോഗം ചേരും, ജനറൽ ചേരും, പല പരിപാടികൾ ക്യാമ്പയിൻ നടത്തുന്നു. പക്ഷെ പാർട്ടി സമ്മേളനം പാർട്ടി മെമ്പർമാരെ അതിൻ്റെ സംഘടനാപരമായി തിരഞ്ഞെടുത്ത് അതിലേക്ക് പ്രതിനിധികൾ ആ രീതിയിൽ അടുത്തടുത്ത ഘട്ടത്തിൽ മണ്ഡല സമ്മേളനം, ജില്ലാ സമ്മേളനം, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് സമ്മേളനം കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഖിലേന്ത്യാ സമ്മേളനത്തിനാണ് പാർട്ടി കോൺഗ്രസ്. അപ്പോൾ 25ാമത്തെ പാർട്ടി കോൺഗ്രസ്സാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഷാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPI സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഷീല വിജയകുമാർ, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, ജില്ലാ കൗൺസിൽ മെമ്പർ KK രാജേന്ദ്ര ബാബു, സംഘാടക സമിതി ചെയർമാൻ PT സണ്ണി, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി AC അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സുഭാഷ് മാരാത്ത്, CS പവൻ, സിബി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. 1443ാമത് പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടിക്കയറ്റം തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അലങ്കരിച്ച കൊടിമരം ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ക്ഷേത്ര നടപ്പുറയിൽ നാട്ടി. തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവനാട് തിരുപ്പാട് അധ്യക്ഷത വഹിച്ചു. പുതുതായി തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച കോലത്തിന്റെ സമർപ്പണവും നടന്നു. തുടർന്ന് ദേവസ്വത്തിന്റെ വകയായി 25 പാട്ട എണ്ണ പൂരം പങ്കാളി ക്ഷേത്രങ്ങൾക്കായി വിതരണവും ദേവസംഗമ സമിതിയുടെ പൂരം സഹായ ഫണ്ടും വിതരണം ചെയ്തു. യോഗത്തിൽ സെക്രട്ടറി AA കുമാരൻ, പൂരം സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി CS ഭരതൻ, രാജീവ് മേനോൻ, M രാജേന്ദ്രൻ, വാസപ്പൻ എന്നിവർ സംസാരിച്ചു.
KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ തൃശൂരിൽ പ്രതിഷേധം നടത്തി. COA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC വർക്കിംഗ് പ്രസിഡന്റും മുൻ MP-യുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് KSEB സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു. എല്ലാവരും ഇതിലൂടെ ഉപജീവനം നടത്തപ്പെടുന്ന ആളുകളാണ്. വേറൊരു തൊഴിലില്ല. തൊഴിൽ കൊടുക്കാൻ നമുക്ക് സ്വാഭാവികമായി പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് തൊഴിലില്ലാത്തത് കൊണ്ട് ഉപജീവനം സ്വന്തം കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പൊ ഈ സമരം ഇന്ന് കേരള വ്യാപകമായി നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ സമരം നടക്കുന്നുണ്ട്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ അധ്യക്ഷനും സ്വാഗതത്തിലും മറ്റ് പ്രാസംഗികന്മാരുടെ പ്രസംഗത്തിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. 2021 ഫെബ്രുവരി മാസം 26 ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളുമായി നിരന്തരമായി COA നടത്തിയ ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ ഈ COAയുടെ സംസ്ഥാന നേതാക്കന്മാരുമായി ഗവൺമെന്റ് ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായും ഒരു ധാരണാപത്രം ഉണ്ടാക്കിയിരുന്നു. ആ ധാരണാപത്രം ഇന്ന് KSEB ലംഘിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച KSEBയിലെ ആളുകൾ KSEBക്ക് ഏതെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കലല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തണമെന്ന് ഈ സമരം അതിശക്തമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ തീർച്ചയായും ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ അവണിശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ആനക്കല്ല് ജംഗ്ഷനിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ VI ജോൺസൺ, ജോയ് പയ്യപ്പള്ളി, AR രാജു, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യ MV, അസിസ്റ്റന്റ് സെക്രട്ടറി KJ രാജേഷ്, ഓവർസിയർ മിനി M ജേക്കബ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ PJ മെജോ, രഞ്ജിത്ത് റാഫേൽ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രുതി RG, SA കോർഡിനേറ്റർ നന്ദിനി, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ സുരേഷ്, വേണു, ഹരിതകർമ്മ സേനാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ പ്രധാന സെന്ററുകളായ പാലക്കൽ മാർക്കറ്റ്, പാലക്കൽ കപ്പേള, പാറക്കുളം, അഞ്ചങ്ങാടി സെന്റർ, എഴുകമ്പനി, ബോട്ട് ജെട്ടി, ശരിശേരിക്കാവ് എന്നിവിടങ്ങളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നുണ്ട്. ചേർപ്പ് നവരശ്മി സംഘടിപ്പിക്കുന്ന നിറവ് 2025 സാംസ്കാരികോത്സവത്തിന്റെയും കാതോട് കാതോരം പിന്നണി ഗായിക N ലതിക നയിക്കുന്ന സംഗീത സമാദരണ സന്ധ്യയുടെ ഷോക്കാട് മേള കലാനിധി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രകാശനം ചെയ്തു. ചെർപ്പ് മഹാത്മാ മൈതാനിയിൽ ഈ മാസം 30-ന് വൈകിട്ട് 5-നാണ് നിറവ് സാംസ്കാരികോത്സവം നടക്കുക. ചെയർമാൻ KL ആന്റണി, കൺവീനർ KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. നിറവ് സാഹിത്യ കലാരംഗത്തെ പ്രമുഖരായ MT വാസുദേവൻ നായർ സാറിനെയും അതുപോലെ തന്നെ ഭാവഗായകൻ P ജയചന്ദ്രൻ അവർകളെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകളിലാണ് ഇത്തവണത്തെ നിറവ് സംഘടിപ്പിക്കുന്നത്. ആ മഹാന്മാരുടെ അനുഗ്രഹം ഈ പരിപാടിക്ക് വൻ വിജയമായി തീരാൻ ഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സംഗീത ലോകത്തെ N ലതിക ടീച്ചറെയാണ് സംഗീത പുരസ്കാരം നൽകി ആദരിക്കുന്നത്. അതേപോലെ തന്നെ നടക്കുന്ന പരിപാടി സംഗീത നിശയാണ്. നല്ല ശ്രേഷ്ഠരായ ഗായകരെ ഒത്തൊരുമിച്ച് മഹാത്മാ മൈതാനിയിലെ സിനിമാ രംഗത്തെ ഏറ്റവും നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ സംഗീത രാവ് നിറവ് നല്ല രീതിയിൽ വിജയപ്രദമായി നടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ചേർപ്പ് സീനൻ BLP സ്കൂളിലെ PTA ദിനാചരണവും അനുമോദന സദസ്സും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരനായ CR ദാസ് മുഖ്യപ്രഭാഷണവും സ്കൂൾ പത്രമായ പ്രഗതിയുടെ പ്രകാശന കർമ്മവും നിർവഹിച്ചു. സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ 2024-25 അധ്യയന വർഷത്തിൽ വിശിഷ്ട നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. അക്കാദമിക വർഷത്തിലെ സ്കൂൾ പ്രവർത്തനങ്ങളടങ്ങിയ വീഡിയോ പ്രദർശനവും നടന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ KK ഗിരീഷ്, വാർഡ് മെമ്പർ ശ്രുതി ശ്രീശങ്കർ, MPTA പ്രസിഡന്റ് ശില്പ അതീഷ്, വിരമിച്ച അധ്യാപിക KS ലസിത, അധ്യാപിക ദർശന എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ വരുന്ന നീതി മെഡിക്കൽസിന്റെയും ക്ലിനിക്കൽ ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് നീതി ലാബ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VS രാജീവൻ നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VS രാജീവൻ അധ്യക്ഷത വഹിച്ചു. RSS ഗൺസംഘ് ചാലക് ഗിരിജൻ, പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് ആദ്യ വിൽപ്പന നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ ബാങ്കിന് ലഭിച്ച മെമ്പർ റിലീഫ് ഫണ്ട് BJP പുതുക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചാങ്കുളം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിശ്വൻ ചാക്കോത്ത്, വാർഡ് അംഗങ്ങളായ രതി, സരിത, വിശ്വൻ, K രവീന്ദ്രനാഥൻ, ബെന്നി തെക്കിനിയത്ത്, സന്ധ്യാകുട്ടൻ, സഹകാരികൾ, പാർട്ടി പ്രമുഖർ, ബാങ്ക് ജീവനക്കാർ, ഡയറക്ടർമാർ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ചെറുചേന മഹൽ ഉപദേഷ്ടാവും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും ചേർപ്പ് ജൂബിലി തേവർപ്പടവ് കമ്മിറ്റി അംഗവുമായിരുന്ന VK അബ്ദുൽ ഖാദറിന്റെ നിര്യാണത്തിൽ ചേർപ്പ് ചേനം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. ചേർപ്പ് ചെറുചേന മഹൽ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമചന്ദ്രൻ, JBS സ്കൂൾ പ്രധാനാധ്യാപികയും കോൺഗ്രസ് ബൂത്ത് ഭാരവാഹികളും ജൂബിലി തേവർപ്പടവ് കമ്മിറ്റി അംഗങ്ങളും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി, സുജിത് കുമാർ, സിദ്ധാർത്ഥൻ, KK അശോകൻ, മറ്റു പൊതുപ്രവർത്തകരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ്, മഹൽ സെക്രട്ടറി അലി ഹാജി, ചേർപ്പ് സഹകരണ ബാങ്ക് ഡയറക്ടർ മജീദ് മുത്തുളിയാൽ, മഹൽ ഖത്തീബ് അമീൻ ഹുദവി വണ്ടൂർ, PS ഫൈസൽ, ഉമ്മർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. കോതക്കുളം ബീച്ച് വട്ടപ്പരുത്തി CP ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ ദിവസത്തിൽ 30 പേർക്ക് വരെ ഡയാലിസിസ് ചെയ്യുവാനുള്ള സംവിധാനമാണ് ഒരുങ്ങുന്നത്. കൂടാതെ ഫിസിയോതെറാപ്പി സെന്റർ, മെഡിസിൻ, കൗൺസിലിംഗ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ നിന്നും ലഭിക്കുമെന്നും ഇവയെല്ലാം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് പറഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വാർഡംഗം ഷൈൻ നെടിയിരിപ്പിൽ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി കാനാടിക്കാവ്, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, ട്രസ്റ്റ് അംഗം ശോഭ സുബൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപക ഫെഡറേഷന്റെ തൃശൂർ ജില്ലാ സംഗമവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ M ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. HSക്കാർ പറയോ, നിങ്ങൾക്ക് പോരെ പറയൂ? ഇല്ല. അപ്പം ആലോചിച്ച് നോക്കി, നമ്മുടെ യോഗ്യത ആലോചിച്ച് നോക്കി. നമ്മൾ PG B.Ed സെറ്റ് ഉള്ള ടീം അതിനേക്കാൾ യോഗ്യത കുറഞ്ഞ ടീമിനോട് മത്സരിക്കുന്ന സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു പോവാണ്. ഇപ്പോഴും എയ്ഡ് സ്കൂളുകാർ വിചാരം എന്താ അറിയോ, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലല്ലോ, ഞങ്ങൾക്ക് പച്ചമഷി കിട്ടുന്നില്ലല്ലോ. സീനിയർ വ്യത്യാസം എന്താണ്? അവരുടെ കാലിലെ മണ്ണ് കോലിച്ച് എവിടെ എത്തിപ്പോയിണ്ട് അറിയുന്നില്ല ശരിക്കും. കാരണം എന്താ? HSക്കാരെ സർവീസിന്റെ കൗണ്ട് പരിഗണിക്കപ്പെടുകയാണ്. അവന്റെ ഓരോ ദിവസം സർവീസ് പരിഗണിക്കപ്പെടും. നമ്മുടെ സർവീസ് പരിഗണിക്കപ്പെടുമോ? നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഹയർ സെക്കൻഡറി പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇല്ല.
തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ CV ലിജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബൻ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ഏകീകരണവും പ്രതിരോധവും എന്ന വിഷയത്തിൽ സംസ്ഥാന സമിതി അംഗങ്ങളായ VV രാമകൃഷ്ണൻ, KS ശ്രീദേവി, പ്രബിൻ ചുങ്കത്ത്, TS സരിത, PP സന്ധ്യ, ഡോക്ടർ SR രാഗേഷ്, CI ലിജോ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങിൽ VB ഷിനി, P വിജിത്ത്, K സുജാത, TK ഷീല, AK ഗോപാലകൃഷ്ണൻ, രമ S മേനോൻ, P പ്രീതി, അനില ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപ്പിനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീട് ആക്രമിച്ചു. ചന്ദ്രാപ്പിനി സെന്ററിന് കിഴക്ക് ചാലിശ്ശേരി ഷാജിയുടെ വീടാണ് ആക്രമിച്ചത്. സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിൽ. വീടിന്റെ അടുക്കള ഭാഗത്തെ 2 ജനൽ ചില്ലുകളും കിടപ്പുമുറിയുടെ ഒരു ജനൽ ചില്ലുമാണ് അടിച്ചു തകർത്തത്. തുടർന്ന് ഇയാൾ കോളിംഗ് ബെല്ലടിക്കുകയും വീട്ടുകാർ ഭയന്ന് വാതിൽ തുറക്കാതായതോടെ തൊട്ടടുത്ത വീടായ വേത്തോട്ടിൽ കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ജാർഖണ്ഡ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞാനേ ഇതിൻ്റെ അകത്ത് കിടക്കുക. മുൻപ് ഇവിടെ അടുക്കളയിലെ 2 ജനൽ ചില്ല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അകത്തിൻ്റെ ജനൽ ചില്ല് അവിടെ ആ ഭാഗത്തോട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കില്ലുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റിട്ട് അങ്ങനെ തന്നെ ഒരു മെറ്റൽ കൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതി മോനെ. ഇത് വരുന്നതിന് ഞാൻ വരയ്ക്കുക. അങ്ങനെ തന്നെ ഞാൻ ലൈറ്റിട്ടപ്പോൾ അവന് പൊട്ടിയേക്കൂടെ എന്നെ കാണാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് അറിയാം. അപ്പോൾ അവൻ 3 ബെല്ലടിച്ചു. ദേശവാലിക്ക് 3 ബെല്ലടിച്ചു. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു തുറക്കും. ഞാൻ പറഞ്ഞു തുറക്കല്ല, മുൻപ് മോനെ തുറക്കല്ല, ഞങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ വട്ടം കിട്ടിപ്പിച്ചു. അങ്ങനെ തന്നെ കുറേ നേരം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് 1.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ. 38 വയസ്സുള്ള ബാസിഹ, 42 വയസ്സുള്ള ഷെയ്ഖ് നയീം, 35 വയസ്സുള്ള മുഹമ്മദ് ഖൗരാഖ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരിമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ചെറിയ പാക്കറ്റുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ്. രഹസ്യവിവരത്തെ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ, അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം, സംഭരണം, വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസിന്റെ കടലോര ജാഗ്രതാ സമിതി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ, ജനമൈത്രി പോലീസ്, റെസിഡൻസ് അസോസിയേഷനുകൾ, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിങ്ങിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തിവരവെയാണ് ഇവരെ പിടികൂടിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, KS അനന്തു എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പെരുമംഗലം എന്ന സ്ഥലത്ത് അന്യസംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന ഭാഗത്തെത്തിയ സമയത്ത് അവിടെ വീടിനുള്ളിൽ ബഹളം കെട്ട് അകത്ത് കയറി പരിശോധിച്ച് സമയത്ത് വീട്ടിനുള്ളിലുണ്ടായിരുന്ന ഒരാൾ പോക്കറ്റിൽ നിന്നെടുത്ത് കട്ടിനടിയിലേക്ക് വയ്ക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് കഞ്ചാവ് തുടങ്ങിയ പാക്കറ്റുകൾ കണ്ടെത്താൻ സാധിച്ചത്. കണ്ടെത്തിയതിൽ ഏകദേശം 1.5 കിലോയോളമുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിച്ചു വരുന്ന ഒരു വീടാണ്. ആളൂർ സ്വദേശിയെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കച്ചേരിപ്പടി സ്വദേശി 25 വയസ്സുള്ള മുഹമ്മദ് ജാസിഖിനെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ച ആളൂർ സ്വദേശിയായ വട്ടപ്പറമ്പിൽ അമ്മീഷ് എന്നയാളുടെ വീട്ടിലേക്ക് 4 പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പും കൈവശം വെച്ച് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അമീഷിനെ ആക്രമിക്കുന്നത് തടയാനെത്തിയ സഹോദരന്റെ ഇടതുകൈയിലെ വിരലുകൾ അറ്റുപോകുന്ന രീതിയിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും അമീഷിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മുഖ്യപ്രതിയായ കുഞ്ഞിമല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത്. മുഹമ്മദ് ജാസിഖിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ 2019 അടിപിടി കേസും 2021 കൊലപാതക കേസും ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസുമുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ്, ജീവൻ, സൂരജ്, ഷിൻഡോ, ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ,
സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, സവീഷ്, ഹരികൃഷ്ണൻ എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8220 രൂപ, പവന് 65,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഏറെ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വെളിച്ചം കണ്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ ട്രോഫി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPI പാർലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ാമത് പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടികയറ്റം തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അലങ്കരിച്ച കൊടിമരം ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ക്ഷേത്ര നടപ്പുരയിൽ നാട്ടി. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ തൃശൂരിൽ പ്രതിഷേധം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.